ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനും രേവതിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രന് ഭയങ്കര ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാതെയൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ജോലിയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ശരത്ത് രേവതിനെ വിളിക്കുന്നത്. അപ്പോൾ ഫോൺ ബെല്ലടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, ശരത്ത് എന്താടാ മോനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, അത് പിന്നെ രേവതി ചേച്ചി ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലോ? അതെ, ദേവി ചേച്ചിയെ ഹോസ്പിറ്റലിൽ ആണിപ്പം. ദേവി ചേച്ചിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി മോനെ? അത് പിന്നെ ഞാനും അമ്മയും വീട്ടിലില്ലായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി വീട്ടിലാകെ തളർന്ന് കിടക്കുകയായിരുന്നു. വിളിച്ചിട്ട് ഒന്നും മിണ്ടുന്നും ഇല്ലായിരുന്നു, ബോധവും ഇല്ലായിരുന്നു. ഞാനും അമ്മയും പെട്ടെന്ന് നേരെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അയ്യോ എൻ്റെ ഈശ്വരൻ, എൻ്റെ ദേവുവിന് എന്താ പറ്റിയത്? എന്നിട്ടിപ്പം അവക്ക് എങ്ങനെയുണ്ട് മോനെ? ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഏത് ഹോസ്പിറ്റലിലാ? ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാ മോളെ നീ വെക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞു രേവതി, അത് പിന്നെ അച്ഛൻ ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാണ്. ദേവുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവക്ക് ബോധം ഇല്ലെന്നൊക്കെയാ പറയുന്നത്. ഞാൻ സച്ചേട്ടനെ വിളിച്ചിട്ട് പോവാന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു, നേരെ സച്ചിനെ വിളിക്കാം. സച്ചിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആകെ വല്ലാണ്ടായിപ്പോയി. ദേവുവിന് എന്ത് പറ്റി, എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അറിയില്ല, ആകെ പാടെ പ്രശ്നമാ, ബോധമില്ലാണ്ട് വീട്ടിൽ കിടക്കുമായിരുന്നെന്നാ പറയുന്നത്. ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ സച്ചേട്ടാന്ന് പറഞ്ഞപ്പോൾ, നീ ഒരു കാര്യം ചെയ്യും, നീ ജംഗ്ഷനിൽ നിന്നാൽ മതി, ഹോസ്പിറ്റലിൽ ഞാനും വരാം. ഇനിയിപ്പം ജോലിയുടെ കാര്യം എന്തെങ്കിലും ഞാൻ സെറ്റാക്കിക്കോളാം, അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയെങ്കിലും വിട്ടോളാം. നീ ഏതായാലും ജംഗ്ഷനിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ഫോൺ കട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ രേവതി രവീന്ദ്രനോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പോവുക, ഇറങ്ങുക അച്ഛാ, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ, നീ പെട്ടെന്ന് നിന്റെ അനിയത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് നേരെ നമ്മുടെ രേവതി ദേവുവിന്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ കളിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവുവിനെയാണ്. ദേവു ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കേട്ടോ. അടുത്ത് നമ്മുടെ അരുണുണ്ട്. അതാണ് ഏറ്റവും വലിയ വിറ്റ്. നമ്മുടെ സച്ചി വരാൻ പോവുകയാണല്ലോ. ഏതായാലും ഹോസ്പിറ്റലിൽ അരുണുണ്ട്, ദേവുണ്ട്, ശരത്തുണ്ട്, ലക്ഷ്മിയുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവു കണ്ണു തുറന്ന ഉടനെ ഡോക്ടർ പറഞ്ഞു, ഓ മിടുക്കി, കണ്ണു തുറന്നല്ലോ. അല്ല, ബ്ലഡിന്റെ സാമ്പിളൊക്കെ കിട്ടിയായിരുന്നല്ലോ അല്ലേ എന്ന് സിസ്റ്റർമാരോടൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അരുൺ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു, അത് പിന്നെ എന്താ സാറേ ഇവക്ക് പറ്റിയത്, എന്താ പ്രശ്നം? അത് പിന്നെ ദിവസങ്ങളായല്ലോ ഫുഡ് കഴിച്ചിട്ട്, ഫുഡ് കഴിക്കാത്തത് കൊണ്ട് പ്രഷർ കുറഞ്ഞു പോയി, പിന്നെ ഇവക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിങ്ങളതിന് പേടിക്കുകയൊന്നും വേണ്ട, വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. അല്ല, എന്തിനാ ഈ കുട്ടി ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? ഇത്രയും ടെൻഷൻ അടിക്കാൻ കാരണം എന്താ? അല്ല, വീട്ടിലോ ജോലി സ്ഥലത്തോ എന്തെങ്കിലും പ്രോബ്ലം വല്ലതും ഉണ്ടോ കുട്ടി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നത്? എന്താ മോളെ നീ മറുപടി പറയാത്തത്? അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ല ഡോക്ടർ. ഓ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ പട്ടിണി കിടന്നല്ലല്ലോ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത്. അത് നല്ല രീതിയിൽ പരിഹരിക്കാൻ നോക്കൂ കുട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ എന്തൊക്കെയോ മരുന്നൊക്കെ എഴുതി കുറിച്ച് അവിടെ നിന്ന് നേഴ്സിന്റെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരുണാണെങ്കിൽ അവിടെ വന്നത് കൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസമാണെന്ന് തോന്നുന്നു ദേവൂര്. പക്ഷെ ഇപ്പം നമ്മുടെ സച്ചി വരും. സച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതിനിടയിൽ ഡോക്ടർ മെഡിസിൻ എഴുതി ഇങ്ങനെ കുറിച്ച് കൊടുത്തത് പെട്ടെന്ന് നമ്മുടെ അരുൺ എടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ മേടിച്ചോളാന്ന് പറഞ്ഞിട്ട് നേരെ മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ. നമ്മുടെ ശരത്ത് മേടിക്കാന്ന് പറഞ്ഞിട്ടൊന്നും അരുൺ സമ്മതിച്ചില്ല. അരുൺ തട്ടിപ്പറിച്ച് പെട്ടെന്ന് ആ ഒരു സ്ലിപ്പും കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു ശരത്തിനോട്, അത് പിന്നെ എന്തിനാ അവനെ വിളിച്ചു വരുത്തിയത്, ആരാ അവനെ വിളിച്ചു വരുത്തിയത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു, അത് പിന്നെ എങ്ങനെയെങ്കിലും അറിഞ്ഞു വന്നതായിരിക്കും. സച്ചേട്ടനും രേവതി ചേച്ചിയും വരുന്നുണ്ട്, ഇനി അദ്ദേഹത്തെ കണ്ട പ്രശ്നമാകുമെന്ന് എനിക്ക് അറിയത്തില്ലാത്തതെന്ന്. അപ്പൊ ലക്ഷ്മിയും പറഞ്ഞു, അത് ശരിയാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും, സച്ചിമോൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവൂലോ എന്ന് ലക്ഷ്മിയും. അങ്ങനെ ആകെപ്പാടെ ഇവർക്കൊരു പേടി കേട്ടോ. നമ്മുടെ സച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീൻ കോൺട്ര ആകും. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത്
കുറച്ച് നേരം കഴിഞ്ഞാട്ടോ കാണിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ ദേവു ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു, പതുക്കെ ഒന്ന് മയങ്ങുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി സ്പോട്ടിലെത്തി. സച്ചിൻ രേവതി സ്പോട്ടിലെത്തി. സച്ചി രേവതി ഇറങ്ങി ഓടുവാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ദേവുവിനെ കാണാനായിട്ട്. എന്താ സിറ്റുവേഷൻ എന്നൊന്നും അറിയത്തൊന്നും ഇല്ലല്ലോ. നമ്മുടെ രേവതി നിലവിളിച്ചോണ്ട് ഓടി വരിക. ദേവു മോളെ ഇത് എന്താ മോളെ എന്നൊക്കെ ചോദിച്ചോണ്ട് ഓടി കരഞ്ഞുകൊണ്ടൊക്കെ വരിക. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, ഇതെന്ത് പറ്റി, ഇത്രയും നേരമായിട്ട് ബോധം വന്നില്ലേ? അയ്യോ ബോധം വന്നു, ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നു, അതിന്റെ സജഷനില്ല മയങ്ങുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത് നിങ്ങളൊന്ന് പറ. അത് പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് വരുമ്പോ മക്കളെ ഇവള് മുറിയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. വിളിച്ചിട്ട് കണ്ണൊന്നും തുറക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാ ചെയ്തത്. അല്ല ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? 3-4 ദിവസമായി ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട്. നന്നായിട്ട് വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. BP ഒക്കെ തീരെ ലോ ആയി പോയി. അതാ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. കാരണം ഇതിനൊരു ഉത്തരവാദി സച്ചിയാണല്ലോ. കാരണം ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് നമ്മുടെ അരുണുമായിട്ടുള്ള വിവാഹം നടത്താൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മുടെ ദേവു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നന്നായിട്ട് നമ്മുടെ സച്ചിക്ക് അറിയാം. അപ്പൊ സച്ചിക്ക് ഒരു ചെറിയൊരു കുറ്റബോധമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറയാ, എന്റെ പൊന്ന് സജ്ജേട്ട, എനിക്ക് ഇവള് ഇങ്ങനെ കാണുമ്പോ വിഷമം തോന്നും. ഇവള് ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അതേ മോനെ, കുറച്ചു നാളായി ഇവള് ആകെ മാറിയ പോലെയാ. ഭക്ഷണവും ഉറക്കവും ഒന്നും ഇല്ല എന്റെ മോക്ക്. ഇവള് വീട്ടില് ഞാൻ തനിയെ വിട്ടിട്ട് പോകരുതായിരുന്നു. അങ്ങനെ പോയതാ, തെറ്റായി പോയത്. എനിക്കതറിയാം. കരയാതിരിക്കമ്മേ, അവള് നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പൊ അവൾക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ഏതായാലും ഈ സമയത്ത് മെഡിസിൻ മേടിച്ചുകൊണ്ട് നമ്മുടെ അരുൺ വരികയാണ് കേട്ടോ. അങ്ങനെ അരുൺ കയറി വന്നിട്ട്, ഇതേ ആന്റി മെഡിസിൻ എന്ന് പറഞ്ഞത് നമ്മുടെ അരുണിന്റെ മുഖത്തേക്ക് സച്ചി ഒരു നോട്ടം. ഇവൻ ഇവിടെയോ? ഹാ, ഇവനെ ആരും ഇവിടെ വിളിച്ചു വരുത്തിയത്? ഇവനോടാരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ലേ നമ്മുടെ സച്ചി. അരുൺ അതിലും വലിയ ദേഷ്യം. അരുണും കലി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു പറഞ്ഞു, അല്ല ദേവു അല്ല ശരത്ത് പറഞ്ഞു, അത് പിന്നെ ആരും വിളിച്ചു വരുത്തിയതൊന്നും അല്ല, അത് ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഇവനോട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ BP കൂടും. ഇവൻ ഞങ്ങളുടെ ആരുമല്ല, എന്റെ കുടുംബത്തിന് ഇവനായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ ഇവൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? അതിന്റെ ആവശ്യം എന്താ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയാണ്, സച്ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കും, ഒച്ച വെക്കല്ലേ, ഇത് ഹോസ്പിറ്റലല്ലേ. അപ്പൊ നമ്മുടെ അരുൺ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഞാനേ ദേവുവിനെ കാണാനാ വന്നത്. ഞാൻ ദേവുവിനെ കല്യാണം കഴിക്കാനിരിക്കുന്ന ആളാ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഓ പിന്നെ കല്യാണം കഴിക്കാനിരിക്കാൻ നിഷ്കളങ്കയായ ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് അവളെ വല വിരിച്ച് വീഴ്ത്തിയിട്ട് എന്റെ പൊന്ന് ചെറുക്ക, ചെറുക്ക നീ വിട്ടുപൊക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വാശിയല്ലേ വലുത്. എൻ്റെ അടുത്ത് ജയിക്കാൻ വേണ്ടി ഈ പാവത്തിനെ കരുവാക്കുമല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. ഇവൾ ഇങ്ങനെ കിടക്കുന്നതിന്റെ കാരണം അത് ആരാന്നറിയാമോ? അത് നീ തന്നെയാ സച്ചി, നീ തന്നെയെന്ന് അരുണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, പിന്നെ ഇത് വാശിയൊന്നും അല്ല, എന്റെ അനിയത്തിയുടെ ജീവിതം എനിക്ക് വലുത്. ഇവൾ എന്റെ വീട്ടിലെ പെണ്ണ, ഇവൾ എന്റെ അനിയത്തി. ഇവിടെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്നും ആർക്ക് കെട്ടിച്ചു കൊടുക്കണ്ട എന്നും ഞാനും എന്റെ അമ്മയും കൂടിയാ തീരുമാനിക്കുന്നത്. നീ ഇവിടുന്ന് പോകുന്ന നല്ലത്, ഇവിടുന്ന് പോകാനാ പറഞ്ഞതെന്ന്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, എന്റെ പൊന്നു സജ്ജട്ടെ, എന്താ ഇത്? ഒന്നും മിണ്ടാതിരിക്കുക, ആൾക്കാരൊക്കെ കേക്കില്ലേ? നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കാരണമാണ് ഇവൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത് എന്ന്. അപ്പൊ അരുൺ വീണ്ടും പറയൂ, അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നെയും എന്റെ പെണ്ണിനെയും കൂടെ വേർതിരിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ ഇപ്പൊ ഈ അവസ്ഥയിൽ എന്റെ പെണ്ണിവിടെ കിടക്കുന്നത്. അത് ആർക്കും അറിയാം. നിങ്ങളെ പേടിച്ചിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർ വരെ അതൊന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്ന് നേരെ അരുണിന്റെ കയ്യിൽ കയറി പിടിച്ചു കേട്ടോ. കയ്യിലല്ല, കോളറിൽ കയറി പിടിച്ചു. കോളറിൽ കയറി പിടിച്ചപ്പോഴത്തേക്കും അരുൺ കൈ തട്ടി മാറ്റി. പിന്നെ കൈ കയറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ ഒരു നേഴ്സ് വന്നിട്ട്, എന്താ ഇത് കുറെ നേരമായല്ലോ, ഇതൊരു ഹോസ്പിറ്റലാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പുറത്ത് പോകണം, ഇവിടെ കിടന്ന് ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, പുറത്ത് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സുമാര് നമ്മുടെ സച്ചിനെ പുറത്താക്കി കേട്ടോ. രേവതിയും വലിച്ചെടുത്തോണ്ട് പോയി നമ്മുടെ സച്ചിനെ വെളിയിൽ. കൂടെ അരുണും പോയി വെളിയിലേക്ക്. അവിടെ കിടന്ന് വലിയ പ്രശ്നമായി. ആൾക്കാരൊക്കെ മൊത്തം ചുറ്റുമുള്ളവരൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ ദേഷ്യം വന്നിട്ട്, എന്താ സച്ചേട്ട ഈ കിടന്ന് കാണിക്കുന്നത്? എന്റെ അനിയത്തി അവിടെ വയ്യാണ്ട് കിടക്ക, ഈ ഒരു സമയത്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ? നിങ്ങൾക്ക് ആ ഒരു ബോധമുണ്ടോ? നിങ്ങൾ 2 പേർക്കും വഴക്കിടണമെങ്കിൽ പുറത്തു പോയി വഴക്കിടണം, അല്ലാതെ ഹോസ്പിറ്റലിനകത്ത് കിടന്നല്ല വഴക്കിടേണ്ടത്. അപ്പൊ ഞാനാണോ തുടങ്ങി വെച്ചത്? ഇവരിവിടെ
വന്നില്ലായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു? ഇല്ലല്ലോ, നീ ഇവനോട് ചോദിക്ക്. ഇപ്പൊ ഞാനാണല്ലോ പ്രശ്നക്കാരൻ, ഇവനിവിടെ നിൽക്കട്ടെ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ഒരു പോക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ അരുൺ അവിടെ നിൽക്കുകയും ചെയ്യുമായിരുന്നു. എന്ത് ചെയ്യാൻ, എന്തെങ്കിലും പറയാനുണ്ടോ? ആരോട് എന്ത് പറയും നമ്മുടെ രേവതി? അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അരുണെ നോക്ക്, നീ കാരണമല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞതല്ലേ സച്ചിയുടെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല എന്ന്. വെറുതെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അവളുടെ പുറകെ? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഉപദ്രവിക്കരുത്, ദയവ് ചെയ്ത് ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത്, സമാധാനം ഇല്ലാതാക്കരുത്. അരുണെ നീ പോകാൻ നോക്ക്, ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ അരുൺ എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ, ഒരക്ഷരവും മിണ്ടാതെ അങ്ങ് പോയി കേട്ടോ. എന്നാലും ഈ സമയത്ത് ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രേവതിക്കാണ്. രേവതി ആരുടെ വശത്ത് നിൽക്കും എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. സച്ചിയുടെ വശത്ത് നിൽക്കുവോ, ദേവുവിന്റെ വശത്ത് നിൽക്കുവോ? അരുൺ പോട്ടെ, അരുണിന്റെ കാര്യം നമ്മുടെ രേവതി മൈൻഡ് ആക്കണില്ല. പക്ഷെ ദേവുവിന്റെ വശത്ത് നിൽക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ വർഷേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ മടിയിൽ കിടന്ന് വർഷ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ എന്നെ മടി പിടിച്ച് കിടത്തിരിക്കുന്നത് ശ്രീകാന്തെ? അത് പിന്നെ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട്. അല്ല, നിനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ വർഷേ? ദേഷ്യമൊക്കെ അത് പിന്നെ എന്റെ പൊന്ന് ശ്രീകാന്ത്, വേറെ എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ ചോദിക്ക്. അല്ല, മ്യൂസിക് കേൾക്കണോ നിനക്ക്? മ്യൂസിക് കേൾക്കണം, മ്യൂസിക് വെച്ചാൽ ഞാൻ കേൾക്കാം. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു? ഫോൺ എടുത്തിട്ട് ഒരു മ്യൂസിക് വെക്കാണ് കേട്ടോ, ഒരു പാട്ട് വെക്കാണ്. അപ്പൊ അത് കേട്ടോണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ കിടക്കുക. അപ്പോഴത്തേക്കും ആണെങ്കിൽ അതിലെ മഹിമയും മഹിമയുടെ ഭാര്യയും, അതായത് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ വന്നു. അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ മടിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഭയങ്കര സന്തോഷമുള്ള കാഴ്ച. അച്ഛനും അമ്മയ്ക്കും മകളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അപ്പൊ മ്യൂസിക് ഈ സമയത്ത് കേട്ടോണ്ടിരിക്കല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷം എന്ത് ചെയ്യുന്നു? മ്യൂസിക് എടുത്തിട്ട് ഓഫ് ആക്കി കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, എന്തിനാ നീ ഈ മ്യൂസിക് ഓഫ് ചെയ്തത്? അത് പിന്നെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത് ഓഫ് ചെയ്തത്. എന്നാ പിന്നെ നീ നിനക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം വെക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഒരു DJ, വലിയൊരു ശബ്ദത്തിൽ DJ വെക്കാനുണ്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത്, ഇത് എന്തുവാടി ഈ സമയത്ത് ഈ പാട്ടാണോ ഈ കേൾക്കേണ്ടത്? ഞാൻ ആദ്യം ഇട്ട മ്യൂസിക് അല്ലേ, അതല്ലേ നല്ല മ്യൂസിക്. എനിക്കിത് മ്യൂസിക് ആയിട്ടാ തോന്നുന്നത്, മറ്റത് മ്യൂസിക് ആയിട്ട് തോന്നുന്നില്ല. അല്ല, ഈ സമയത്ത് ഇതല്ലല്ലോ കേൾക്കേണ്ടത്. ഈ സമയത്ത് ഈ മ്യൂസിക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ അവസ്ഥയായി പോവും. ഈ പൊട്ടിത്തെറിച്ച് ചീറ്റുന്ന ഒരവസ്ഥ. എന്തുവാ ശ്രീകാന്ത് ഇത്? എനിക്കിത് കേൾക്കാനാണ് ഇഷ്ടം. അതെ, നീ എന്തിനാ ഞാൻ വെച്ചത് ഓഫ് ആക്കിയത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വീണ്ടും ശാന്തമായിട്ടൊരു മ്യൂസിക് ഇങ്ങനെ കേട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു, ഈ മ്യൂസിക് നീ കേക്ക്, എത്ര മനോഹരം, എത്ര ശാന്തം. ഈ മ്യൂസിക് കേട്ടാലേ നമ്മുടെ കുഞ്ഞ് വളരെ സൗമ്യനായിരിക്കും, ശാന്ത സ്വഭാവ ശീലമുള്ളവനായിരിക്കും. ശ്രീകാന്തെ കളിക്കരുത് കേട്ടോ, എനിക്കിത് ഇഷ്ടമല്ല. ഇങ്ങോട്ട് തന്നെ, എനിക്ക് DJയും ഒക്കെ തന്നെ എനിക്കിഷ്ടം. ഇതെന്തുവാ, ഇച്ചിരി എന്റെ കൊച്ചിച്ചിരി മോഡേൺ ആവുന്ന എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു DJ വെച്ചിട്ട് അവിടെ കിടന്ന് തുള്ളുകയാണ് കേട്ടോ നമ്മുടെ വർഷ. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്തിന് കലി വന്നിട്ട്, വർഷ എനിക്ക് കലി വരുന്നുണ്ടോ? എന്റെ കുഞ്ഞിന് ഈ പാട്ട് കേൾക്കുന്ന ഇഷ്ടമല്ല, എന്റെ കുഞ്ഞിന് ഈ പാട്ട് കേൾക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞ് വീണ്ടും മ്യൂസിക് വെക്കുകയാണ് കേട്ടോ, നല്ല ശാന്തതയുടെ ഒരു മ്യൂസിക്. അപ്പൊ നമ്മുടെ വർഷ എന്ത് ചെയ്തു? നേരെ ഫോൺ എടുത്തിട്ട് വീണ്ടും അത് നിർത്തിയിട്ട് വീണ്ടും ഒരു DJ വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വീണ്ടും അത് തട്ടിപ്പറിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടെ ഭയങ്കര അടി. ഇതെല്ലാം കണ്ടോണ്ട് നമ്മുടെ മധുസൂദൻ ആണെങ്കിൽ മഹിമയോട് പറയാ, രണ്ടുപേർക്കും കുട്ടിക്കളി മാറിയിട്ടില്ല, ഇനി ഇവർക്ക് പിറക്കുന്ന കുഞ്ഞിന്റെ കാര്യം എന്തായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം ദേവ് ഹോസ്പിറ്റലിൽ കിടക്കാം. അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ ഇന്ന മോളെ ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മടുത്തു, എന്തിനാ ഈ ഗുളികയൊക്കെ കഴിക്കുന്ന എന്റെ പൊന്നി ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആരോഗ്യം നേരെ ആവണ്ടേ, അതുകൊണ്ട് ഗുളിക കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക കഴിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയുണ്ട്, ശരത്തും ഉണ്ട് അവിടെ. അപ്പം ലക്ഷ്മി പറഞ്ഞു, ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട എല്ലാത്തിനും കാരണം നീ അതേവൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എന്തിനാ വെറുതെ അവളെ കുറ്റപ്പെടുത്തുന്നത്? ഒരാളെ ഇഷ്ടപ്പെടുന്നത് കുറ്റമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരാളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. എനിക്കകെ പേടിയാകുക രേവതി. നീ കണ്ടതല്ലേ എല്ലാം. ശത്രുക്കളെ പോലെ പരസ്പരം ഒരു ബോധവും ഇല്ലാതെ അവർ ഏറ്റുമുട്ടിയത്. ഇങ്ങനെ പോയിട്ടുണ്ട് അരുണും സച്ചിയും. അത് പിന്നെ പെട്ടെന്ന് അരുൺ ഇവിടെ കണ്ടപ്പോ സച്ചേട്ടന് ദേഷ്യം വന്നതാ. അദ്ദേഹത്തിന് ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്തൊന്ന് പ്രകടിപ്പിക്കാൻ അറിയത്തില്ലല്ലോ. അങ്ങനെയാണ്. പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ സജ്ജേട്ടൻ പ്രതികരിക്കും, തല്ലാൻ തോന്നിയ തല്ലും.
അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ വെട്ടാനും കൊല്ലാനും ഒന്നും പോകത്തൊന്നുമില്ല. അപ്പൊ നമ്മുടെ ശരത്ത് പറഞ്ഞു, എന്തായാലും അവര് തമ്മിലുള്ള പ്രശ്നം തുടങ്ങി വെച്ചത് അരുണേട്ടൻ തന്നെയാ. സച്ചേട്ടനെ കുറ്റം പറയാനും പറ്റത്തില്ല. സച്ചേട്ടൻ എന്ത് ചെയ്തു? അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, ഞാൻ അരുണേട്ടനെ പരിചയപ്പെട്ടിട്ട് കുറെ നാളായി. അദ്ദേഹത്തിൽ ഒരു കുറ്റവും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോഴാ. അല്ലാതെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുമില്ല, കുറ്റക്കാരനുമില്ല. അദ്ദേഹം നല്ലവനാ. തെറ്റിദ്ധാരണയുടെ പുറത്ത് അദ്ദേഹത്തെ കുറിച്ച് ചിലരൊക്കെ മോശം പറയുന്നത്. അപ്പൊ നമ്മുടെ ശരത്ത് പറഞ്ഞു, ആര് നല്ലവൻ ആര് മോശമൊന്നും എന്നും ഉള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ദേവു? അല്ല, രേവതി ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ടല്ലേ സച്ചേട്ടൻ ഇറങ്ങിപ്പോയത്? അരുണിനെ നമ്മൾ വിളിച്ചു വരുത്തിയതെന്നൊക്കെയാ സച്ചേട്ടൻ കരുതിയിരിക്കുന്നത്. ഓഹ്, ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാകുമോ മോളെ രേവതി? ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാകാൻ? അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതാണ് മനസ്സിലെങ്കിൽ അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരിക്കലും. ഓഹ്, എന്നാലും എന്റെ പൊന്നു ദേവു, നീ അവനെ തന്നെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തിയില്ലോ. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ കുറ്റപ്പെടുത്തുക ദേവുവിനെ. അപ്പൊ രേവതി പറഞ്ഞു, ഒന്ന് മിണ്ടാണ്ടിരിക്കാമേ, അവക്ക് കുറച്ച് സമാധാനം കൊടുക്കുക. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ പറഞ്ഞത് ശരിയാ. ഈ പ്രായത്തിലെ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ എനിക്കും ഉണ്ടായിട്ടില്ല. ഞാൻ കാരണവന്മാർക്കും ആർക്കും ഒന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ അച്ഛനും അമ്മയൊക്കെ ചൂണ്ടിക്കാണിച്ച ആളെ തന്നെയാ കല്യാണം കഴിച്ചത്. ഇവിടെ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്ക്, അവൾക്ക് സുഖം ഇല്ലാതിരിക്കില്ല, എന്തിനാ അവൾ ഇങ്ങനെ വിട്ട് വിഷമിപ്പിക്കുന്നത്? ഓഹ്, പേടി കൊണ്ടാ. അച്ഛനില്ലാത്ത വീടാ, ആകെ ഒരു തുണ സച്ചിയാ. ഈ കാരണം കൊണ്ട് നമ്മുടെ കുടുംബമായിട്ട് അവന് അകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഹ്, അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അമ്മ ഇങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ, സച്ചേട്ടൻ എന്നും നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണും. ആ പേടി ഒന്നും അമ്മയ്ക്ക് വേണ്ട. സച്ചേട്ടൻ നമ്മുടെ കുടുംബത്തിന് വിട്ടൊന്നും പോകത്തൊന്നുമില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് ദേവുവിനെ വിഷമിപ്പിക്കില്ല. ദേവു, നീ എല്ലാം അവസാനിപ്പിച്ചു എന്നൊന്നും കരുതണ്ടാട്ടോ. നിന്റെ ആഗ്രഹം നടക്കും. കുറച്ച് കാത്തിരിക്കേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. കാത്തിരിക്കണം. പ്രണയം എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണല്ലോ, കാത്തിരിക്കണമല്ലോ എന്നൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അല്ല മോളെ, നിനക്ക് പോകണമെങ്കിൽ പൊക്കോ, കാരണം നിനക്ക് ജോലിയൊക്കെ ഉള്ളതല്ലേ. അതെ അതെ, ഞാൻ പോവുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെ, ഞാൻ ഇറങ്ങുവാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാതിരിക്കാൻ മറക്കരുത്. പിന്നെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് ദേവുവിനെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്തേക്കരുത്. ശരത്തെ, നീ നോക്കണം കേട്ടോടാ. ഞാൻ പോവുകയാണ് മോളെ, ഞാൻ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദേവു അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ ശരത്തും ഉണ്ട്, ലക്ഷ്മിയും ഉണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രേനെയാണ്. ചന്ദ്രയാണെങ്കിൽ, അയ്യോ, വിശന്നിട്ട് സഹിക്കാൻ വയ്യേ, ഈ പൂക്കാരി എവിടെ പോയി കിടക്കുവാണോ, എന്റെ ദൈവമേ, ആകപ്പാടെ മൊത്തം വിശപ്പെന്നും പറഞ്ഞ് ഇതിലിങ്ങനെ നടക്കാണ്ടോ പരവശം എടുത്ത്. എന്നാ പിന്നെ അടുക്കള കയറി വല്ലതും വെച്ചുണ്ടാക്കി തിന്നുവാ? തിന്നത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു കേട്ടോ. ഒരു ഓട്ടോയ്ക്കാണ് രേവതി വന്നത്. രേവതിനെ കണ്ടതും വിശപ്പ് മൂത്തുണ്ട് ദൈവം. ഇപ്പം വേണേ രേവതിനെ പിടിച്ചു തിന്നും. അതുപോലത്തെ വിശപ്പ് മൂത്ത് പണ്ടാരം അടങ്ങി നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുകയാണ് കേട്ടോ. വീർപ്പിച്ച് പെരുപ്പിച്ച് ശ്വാസമൊക്കെ വലിച്ചു കയറ്റി വിട്ടിട്ട് അങ്ങനെ നമ്മുടെ രേവതി വന്നതും, എവിടെ പോയതാണ്, ഇതിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വെച്ചുണ്ടാക്കും, ഇവിടെ എനിക്ക് വിശന്നിട്ട് വയ്യ. അത് പിന്നെ എന്റെ അമ്മ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത്. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോയെന്നോ? അടുക്കള കയറി ഒന്ന് നോക്കത്തില്ലേ? അതിന് പോലും അമ്മയ്ക്ക് മടിയാണോ? തർക്കുത്തരം പറയുന്നോടി അഹങ്കാരി. പോകുമ്പോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയാലെന്നാ? അല്ലെങ്കിൽ അതെടുത്ത മേശമേലൊന്ന് അടച്ചു വെക്കത്തില്ലേ? അപ്പൊ പിന്നെ അതെനിക്ക് കാണാൻ പറ്റത്തില്ലേ? അപ്പൊ രവീന്ദ്രൻ വന്നിട്ട്, എന്റെ പൊന്നു ചന്ദ്രൻ, നീ വേണമെങ്കിൽ പോയി അകത്തുനിന്ന് എടുത്തു കഴിക്ക്. അവള് കറങ്ങാൻ പോയതൊന്നും അല്ല, ഹോസ്പിറ്റലിൽ പോയതാ. ഹോസ്പിറ്റലോ? ഇവളെ കണ്ടിട്ട് ഇവൾക്ക് അസുഖമുള്ളത് പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ. അവക്കല്ല അസുഖം, അവളുടെ അനിയത്തി ദേവുവിന് അസുഖം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ഓ, ഇവളുടെ അനിയത്തി ദേവുവിനാണല്ലേ അസുഖം? എന്ത് പറ്റിയടി നിന്റെ അനിയത്തി ദേവുവിന്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, അവക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ സുഖമുണ്ട്, നാളെ ഡിസ്ചാർജ് ചെയ്യും. ഇതേ, ഇവളുടെ അസുഖം എന്താണെങ്കിലും എനിക്ക് അറിയണ്ട കേട്ടോ. ഞാൻ അറിയാതെ അങ്ങ് ചോദിച്ചു പോയതാണേ. ഇവളുടെ വീട്ടുകാരുടെ കഥ എനിക്ക് അറിയുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് കയറി പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഞാനേ ഇവളോട് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പം അവളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവൾ ഓരോന്ന് ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാ രേവതി മോളെ ഞാൻ പറയാതിരുന്നത്. അല്ല, അവക്ക് എന്താ പറ്റിയത്? അത് പിന്നെ അവളെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി, പ്രഷർ കുറഞ്ഞു പോയി, ബോധം പോയി, അതൊക്കെയാണ് അവളുടെ പ്രശ്നം. അവൾ ആഗ്രഹിച്ച ചെറുക്കനെ കല്യാണം കഴിക്കാത്തതില് അവൾക്കൊരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് അവൾ ഭക്ഷണമൊന്നും കഴിക്കാത്തത്. അവൾ നേരത്തെ പോലെ ഒന്നും അല്ല, നേരെ അവണ്ണം ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല. അവൾ ഒത്തിരി വിഷമത്തില, ഒത്തിരി സങ്കടത്തിലാ അച്ഛ ഉള്ളത്.
അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുക. ആകെപ്പാടെ സമനില തെറ്റിയിരിക്കുക അവളുടെ. അല്ല, അവളുടെയും ആ പോലീസുകാരന്റെയും കല്യാണത്തിനൊരു തീരുമാനം ആയില്ലല്ലേ? ഇല്ല അച്ഛ, സച്ചേട്ടൻ സമ്മതിക്കുന്നില്ല. അതാണിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത്. സച്ചേട്ടന്റെ സമ്മതം ഇല്ലാതെ കല്യാണം നടത്തി കൊടുക്കില്ലെന്നാണ് അമ്മയും പറയുന്നത്. സച്ചേട്ടനാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കത്തില്ല. അല്ല, ഇവനെന്തപ്പോ സമ്മതിച്ചാ കുഴപ്പം? അച്ഛ, ഞാൻ കുറെ വട്ടം പറഞ്ഞു നോക്കി അച്ഛ, പക്ഷേ സച്ചേട്ടൻ കേൾക്കണില്ലെന്നേ. സച്ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. സച്ചേട്ടന്റേതായിട്ടുള്ള കുറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇങ്ങോട്ട് വരട്ടെ അവന്, ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കാം. ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാം മാറുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ പ്രതീക്ഷ കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.